മലയാളത്തിലെ ക്രിസ്മസ് റിലീസുകൾ ഇതേ ഇന്ന് റൈഫിൾ ക്ലബ്ബോടുകൂടി സ്റ്റാർട്ട് ആവുകയാണ്. ഇന്നിപ്പോൾ റൈഫിൾ ക്ലബ്ബ് ഇറങ്ങി, നാളെ മാർക്കോ, പിന്നെ ബറോസൊക്കെ ആയിട്ട് അങ്ങനെ ക്രിസ്മസ് റിലീസുകൾ ഇങ്ങനെ നീണ്ട നേരം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇറങ്ങിയ റൈഫിൾ ക്ലബിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഇന്നത് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ആഷിഖ് കപൂർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണിത്. ഇത് ശ്യാം പുഷ്കരനും പിന്നെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഈ സിനിമനെ ആദ്യം പറയുമ്പോഴേ ഇതൊരു 2 മണിക്കൂർ പോലെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ 12 മണിക്ക് കാണാൻ കയറിയ സിനിമ 2 മണിയായപ്പോൾ സിനിമ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു 2 മണിക്കൂറിന് അടുത്തൊരു ഡ്യൂറേഷൻ വരുന്നൊരു സിനിമ. ആ ഒരു സിനിമ അവരത് എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ പവർ എനിക്ക് എടുത്ത് പറയാതെ. കാരണം ശ്യാം പുഷ്കരനും പിന്നെ വേറെ 2 ആൾക്കാരുണ്ട്. അവരാണ് ഈ പടത്തിൻ്റെ ഇത് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് അല്ലേ, അത് കിടിലെന്ന് പറഞ്ഞാണ്ടല്ല, അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ്. കാരണം ഇതിൻ്റെ ഈ മൊത്തം നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ അല്ല ഇവരെന്തിനും ഇതൊക്കെ ചെയ്ത് എന്നാലോചിക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് വളരെ സിമ്പിളാണ്. അതായത് ഒരു പെണ്ണുകാരനുണ്ടാവുന്ന ഒരു ചെറിയൊരു ഫൈറ്റാണ്. അപ്പോൾ അത് പക്ഷേ ആ ഒരു സ്ക്രീൻ പ്ലേയിൽ, അതായത് ആ ഒരു പെൺകുട്ടിക്കാരനുണ്ടാകുന്ന ഒരു ചെറിയ ആ ഒരു സംഭവം അതൊരു സ്ക്രീൻ പ്ലേയിൽ ഒരു റൈഫിൾ ക്ലബ്ബൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, എന്താ പറയുക, ഒരു കൗബോയ് പടങ്ങളൊക്കെ മാതിരി അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു മേക്കിങ്ങോട് കൂടിയിട്ട് ഒരു ഹോളിവുഡ് പടം കാണാൻ പോലെയുണ്ട്. പ്രത്യേകിച്ച് പറയാല, ഇതിലെ ഭാഷ മാത്രമേ മലയാളമുള്ളൂ. ഇതിൻ്റെ ആർട്ട് വർക്ക് ആണെങ്കിലും പ്രത്യേകിച്ച് ഇതിൻ്റെ സെറ്റിങ്സ് കംപ്ലീറ്റ് ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുമാതിരിത്തെ രീതിയിലായിരുന്നു അതിൻ്റെ ആർട്ട് വർക്ക് ആണെങ്കിലും ക്യാമറ. അതായത് ആഷിഖ് കപൂറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി തന്നെയാണ് ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ അല്ലേ പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഈ അനുരാഗ് കശ്യപ്, അത് ഞാൻ പറയാൻ വിട്ടുപോയി, പുള്ളിക്കാരൻ അനുരാഗ് കശ്യപ് ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്യുന്ന പടമാണ് ഈ ഒരു സിനിമ. അപ്പോൾ ഞാൻ ഈ സിനിമ ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഇത് തിയേറ്ററിൽ കാണുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത് അനുരാഗ് കശ്യപ് ആളങ്ങനെ പ്രത്യേകിച്ച് ആൾക്ക് ഇത്രയും കാലം സമയം ഉണ്ടായിട്ട് പോലും അയാളൊരു മലയാള സിനിമ ചെയ്തില്ല. പ്രത്യേകിച്ച് ആളൊക്കെ നല്ല സിനിമകൾ നോക്കി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ആളിങ്ങനെ മലയാളത്തിൽ ആദ്യമായിട്ടൊരു സിനിമ കമ്മിറ്റ് ചെയ്യണമെങ്കിൽ അത് ഒന്നും നോക്കണമെന്നും ചെയ്യൂലല്ലോ. പിന്നെ ഹനുമാൻ കൈൻ്റെ ആദ്യമായിട്ട് പുള്ളി അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഈ പടം. അപ്പോൾ ഇവരെ രണ്ടുപേരും ക്യാരക്ടേഴ്സ് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് അറിയാനായിട്ടൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ മാർക്കോയും ബറോസും മാത്രമേ ഈ ഒരു ക്രിസ്മസ് റിലീസായി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നുള്ളൂ. പിന്നെയാണ് ഈ ട്രെയിലർ ഞാൻ ഈ അടുത്താണ് കണ്ടത്. അപ്പോൾ അങ്ങനെ കാണാൻ കയറിയതാണ് ഈ സിനിമ. ഇതിൻ്റെ മേക്കിംഗ് ഉണ്ടല്ലോ മക്കളെ, നിങ്ങളിത് തിയേറ്ററിൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ നഷ്ടമായിരിക്കും. കാരണം ഇത് OTT കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതിൻ്റെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പോകും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ആ ഒരു വലിയൊരു റൈഫിൾ ക്ലബ്ബുണ്ട്, വലിയ ആൾക്കാരായിട്ടുള്ള ആ ഒരു ക്ലബിലെ ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തിരിക്കുന്ന ആ ഒരു കാസ്റ്റിംഗ്. അതായത് ഇതിലെ ഈ സിനിമയിലെ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് തോന്നും. അതായത് മെയിൻ ഒരു ആൻറ്റഗോണിസ്റ്റ് ആരാ, അല്ലെങ്കിൽ അതായത് പ്രൊട്ടഗോണിസ്റ്റ് ആരാ, അങ്ങനത്തെ രീതി നമുക്ക് കൃത്യം പറയാൻ പറ്റാത്തൊരു രീതിക്ക് അത്ര ഗംഭീര കാസ്റ്റിംഗ് ആണ്. ഓരോ ക്യാരക്ടേഴ്സ് അവർ എടുത്ത് ചെയ്തിട്ടുണ്ട്. അത് വിജയരാഘവനാണെങ്കിലും പിന്നെ ഓരോരോ ക്യാരക്ടേഴ്സും ഗംഭീരമായിട്ടായിരുന്നു. ദിലീഷ് പോത്തൻ്റെ ഒക്കെ ക്യാരക്ടറൊക്കെ വേറെ ലെവലായിരുന്നു. അത് പിന്നെ പ്രത്യേകിച്ച് ഇതിലെ ഡയലോഗ്സൊക്കെ കുറേ ഡബിൾ മീനിങ്സ് ആണ്. പക്ഷേ എനിക്ക് പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് ഈ ഒമർ ലുലുവിൻ്റെ പടങ്ങളിൽ കാണുന്ന രീതിക്കുള്ള ഒരു ഡബിൾ മീനിങ് സ്റ്റൈൽ എന്നുള്ളതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വൃത്തിയായിട്ട് കഥക്ക് അനുയോജ്യമായ രീതിയിൽ നീറ്റായിട്ടാണ് ഡബിൾ മീനിങ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ അനാവശ്യമായിട്ട് ആൾക്കാർ ചിരിപ്പിക്കാൻ അങ്ങനെ ഒന്നുമല്ല. ആ സിറ്റുവേഷൻ യൂസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ആ ഡയലോഗ്സ്. ഈ ഡയലോഗൊന്നുമല്ല, ആ കഥയിലെ എല്ലാ സിറ്റുവേഷൻ പോലെ ആ ഒരു രീതിക്ക് ഗംഭീരമായിട്ട് ശ്യാം പുഷ്കറിന് അവരുടെ ടീം ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആഷിഖ് കപൂറിൻ്റെ ഡയറക്ഷൻ ഒരു രക്ഷയിലൂടെ, പ്രത്യേകിച്ച് ആ ഒരു സ്ക്രിപ്റ്റിലെ ഓരോ സീൻസും അത് കമ്പയർ ചെയ്യുന്നത്, അതായത് കഥയിലെ ഈ മനുഷ്യന്മാരായിട്ട് നടക്കുന്ന ആ സംഭവങ്ങൾ മൃഗങ്ങളായിട്ട് അങ്ങനെ സിമിലറായി ചെയ്യുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിങ്ങും ഡയറക്ഷൻ സംഭവമൊക്കെ ആയിരുന്നു. അത് എടുത്ത് പറയാതെ. പിന്നെ ഇതിൻ്റെ കളർ ഗ്രേഡിങ്, അതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഒരു റെഡിഷ് ആയിട്ടുള്ള രീതിയിൽ നിന്ന് ആ ഒരു ഇതിലാണ് അത് തുടങ്ങുന്നത്. ഒരു എവലിഷ് ആയിട്ടുള്ള മൊത്തം ആ ഒരു വില്ലൻ ആ ഒരു വേൾഡ് കാണിച്ചിട്ടാണ് ഇതിലേക്ക് പിന്നെ പോകുന്നത്. അപ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന കളർ തീം നല്ല രസമുണ്ട്. പിന്നെ ഇതിൽ റെക്സ് വിജയൻ്റെ മ്യൂസിക് കാരണം വലിയ ഒച്ചപ്പാടുള്ള മ്യൂസിക്കൊന്നുമല്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എന്ന് പറഞ്ഞാൽ നീറ്റായിട്ട് കാമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ പോലും നമുക്ക് ഒരു ത്രില്ലർ പടങ്ങളിൽ സെറ്റപ്പ് ചെയ്യേണ്ട രീതിക്കുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലാകെ 2 പാട്ട് എന്തോ ഉള്ളൂ. അതിലൊരു പാട്ട് മാത്രമാണ് ശരിക്കും ഒരു പാട്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. അതായത് ഒരു പാട്ട് ഡാൻസ് അങ്ങനത്തെ രീതി ഒരു പാട്ടുള്ളൂ.
പിന്നെ കഥക്ക് അനുയോജ്യമായ രീതിയിൽ എന്തോ ഒരു സോങ് പോലെ തോന്നി. അതൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സോങ് ആണെന്നും പെട്ടെന്ന് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മ്യൂസിക്കൊക്കെ ആ ഒരു സിനിമയുടെ ആ ഒരു മൊത്തം ടീം, അതായത് സിനിമ എന്ന് പറഞ്ഞാൽ വിഷ്വലും സൗണ്ടും കൂടിച്ചേർന്നിട്ടുള്ള ഒരു ആർട്ട് ഫോം അല്ലേ, അതിൽ ആ 2 ഡിപ്പാർട്ട്മെൻറ്റും എത്രത്തോളം മാക്സിമം ഒരു മലയാള സിനിമയിൽ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ബെസ്റ്റ് ഔട്ട്പുട്ട് ആയിരുന്നു ഈ ഒരു സിനിമ നമുക്ക് കാണാനായിട്ട് പറ്റിയത്. പ്രത്യേകിച്ച് ഇതിൻ്റെ റൺ ടൈം 2 മണിക്കൂറിൽ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു കഥ പറഞ്ഞു പോയതാണ്. ഗംഭീരം തന്നെ. ഒരു സൈഡിൽ ഒരു ലാഗ് തോന്നിക്കുക അല്ലെങ്കിൽ പടം മോശം എന്നുള്ള രീതി എനിക്ക് അപ്പടെ പോലും തോന്നിയില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ത് കിഡിലനായിട്ടാണ്. ഇതിൽ ഇവിടെ നമ്മളെ ഹനുമാൻ കൈൻഡിൻ്റെ ഈ റൈഫിൾ ക്ലബിലേക്കുള്ള ഇൻട്രോ തൊട്ട് ആ ഇൻട്രോയിൽ ബാങ്ങർ വരെ ഗംഭീരമായിരുന്നു. അതായത് ഗംഭീര മാസ് തീമായിട്ടുള്ള മാസ് മ്യൂസിക്കോ അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല. ഒരു സിമ്പിൾ ഇൻട്രോവലാണെങ്കിൽ പോലും ആ ഒരു ഇൻട്രോവൽ തരുന്ന ആ ഒരു ഗൂസ് ബംസ് ഉണ്ട്. കാരണം അതെന്ന് പറഞ്ഞാൽ അത് ആ റൈറ്റിങ്ങിൻ്റെ പവറാണ്. പിന്നെ ആ ഡയറക്ഷൻ്റെ ഒരു ക്വാളിറ്റി ഗംഭീരം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അന്യായമായിരുന്നു. ആ ഒരു ഇൻ്റർവെല്ല് തൊട്ട് പിന്നെ ആണെങ്കിൽ നീറ്റായിട്ട് കഥ കൊണ്ടുപോയിട്ട് നല്ലൊരു എൻഡും. പിന്നെ സിനിമ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, സിനിമ കഴിഞ്ഞ് എഴുതി കാണിക്കുന്ന ക്രെഡിറ്റ് സീൻ കണ്ട അപ്പം തന്നെ എഡിറ്റ് വരുത്. ഒരു 10 സെക്കൻഡിൻ്റെ ഒരു ചെറിയൊരു ക്രെഡിറ്റ് സീനും കൂടി വെച്ചിട്ടുണ്ട്. അതും കൂടി കണ്ടു കഴിഞ്ഞാൽ സിനിമ കംപ്ലീറ്റ് ആവുള്ളൂ. സോ അത് നിങ്ങൾ സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ അത് മസ്റ്റായിട്ട് കണ്ടിരിക്കണം. അല്ലെങ്കിൽ ആ സിനിമയിൽ എവിടെയെങ്കിലും ഒരു സംഭവം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് നിങ്ങൾ പിന്നെ സിനിമ കണ്ടിട്ട് ഈ ക്രെഡിറ്റ് സീൻ കാണാണ്ട് പറയരുത്. കാരണം ആ സിനിമ എന്തൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ അതൊക്കെ കംപ്ലീറ്റ് എൻഡ് ചെയ്തിട്ടാണ് സിനിമ തീരുന്നത്. ആ 2 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് പരിപാടിയും തീരും. ഒരു സിമ്പിൾ റിവെഞ്ചാണ്. ഒരു പെൺകുട്ടി കാരണം ഉണ്ടാകുന്ന കുറച്ച് സിറ്റുവേഷൻ അവർ ഒരു നല്ല രീതിക്ക് ഒരു റൈഫിൾ ക്ലബ്ബായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒരു ആക്ഷനും ഡ്രാമയും രണ്ടും എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുക. അതും ഒരു 90 അതായത് 90s കാലഘട്ടമാണ് കാണിക്കുന്നത്. 90s കിഡ്സിനൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും. അവരെ കാലഘട്ടം കിടലായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ആ വയനാട് ഏരിയ ആണെങ്കിൽ കാടാണെങ്കിൽ ഇതിൽ ഒരു VFX ഒക്കെ ഉണ്ട്. അതായത് ഒരു കടുവടൊക്കെ ഒരു സീൻ അതൊക്കെ ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ ഒറിജിനലാണെന്ന് തോന്നും. അത്ര ഈ സിനിമയുടെ ടെക്നിക്കലി എനിക്ക് ഒന്നും തെറ്റ് പറയാനില്ല. എല്ലാം അവരത്ര ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ മാസം ഷൂട്ട് ചെയ്തിട്ട് ഇത്ര പെട്ടെന്ന് അവർ റിലീസ് ചെയ്തു. നല്ല രീതിക്ക് അത് ചെയ്തിട്ടുണ്ട്. വർക്കാണെങ്കിലും എഡിറ്ററാണെങ്കിലും ഗംഭീരമായിട്ട് എഡിറ്റിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിനിമയുടെ ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും കാസ്റ്റിംഗ് അടക്കം ഇതിലെനിക്ക് എന്തിനെക്കുറിച്ചൊരു മോശം പറയാമെന്ന് ഒന്നും നോക്കിയിട്ട് കിട്ടുന്നേ ഇല്ല. അത്രയും ഞാൻ കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആയ ഒരു സിനിമയായിരുന്നു. എനിക്ക് പേഴ്സണലി നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. സോ ക്രിസ്മസിൽ നിങ്ങൾ കാണാൻ ഈ മാർക്കോയും ഇതൊക്കെ പരിഗണിക്കുന്ന പോലെ നിങ്ങൾക്കും അങ്ങനെ പരിഗണിക്കാൻ പറ്റുന്ന സിനിമയെന്ന് എനിക്ക് തോന്നണേ. ഞാൻ അങ്ങനെ സിനിമകളൊന്നും അധികം ആർക്കും അങ്ങനെ പ്രിഫർ ചെയ്ത് നിങ്ങളിത് കാണണമെന്ന് പറയാറില്ല. പക്ഷേ ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ തിയേറ്ററിൽ കാണാം. അല്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് വാച്ച് ഇൻ OTT. അതായത് OTTക്ക് വേണ്ടിയിട്ട് ഇത് മാറ്റി വെക്കരുത്. ഇപ്പോൾ പല ആൾക്കാരും അങ്ങനെ വെക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ പോലും ചില സിനിമകൾ OTTക്ക് വേണ്ടി വെക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ പ്ലീസ് നിങ്ങൾ ഒന്നില്ലെങ്കിൽ കാണരുത്, കാണുകയാണെങ്കിൽ തിയേറ്ററിൽ കാണാം. അങ്ങനെയാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ തിയേറ്ററിൽ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമൻ്റായിട്ട് പറയാം. അപ്പോൾ നാളെ മാർക്കോ കാണുന്നുണ്ട്. മാർക്കോ കണ്ടിട്ട് എന്താ തോന്നിയെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ബൈ.